ഇതിൽ ഞങ്ങൾ എത്ര ജെൻസ് ഉണ്ടോ, എത്ര മെൻ എംപ്ലോയീസ്, മെൻ വർക്കേഴ്സ് ഉണ്ടോ, ഈക്വാലിറ്റി 50% ലേഡീസ് ഉണ്ട് ഞങ്ങളുടെ ടീമിൽ. were the boys and 32 were the girls, and we were in a groups, so we have to compete equally with them. ഇതിൻ്റെ കുറിച്ച് അവയർനെസ് കൊടുത്തിട്ടുണ്ട്. ഒരു സ്കൂൾ കോളേജ് കുട്ടികൾക്കും ഞങ്ങളെ കൊണ്ട് പറ്റുന്നോളം ഒത്തിരി കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ഈ ഫോഴ്സിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. Total number of cyclists, 50% is women and 50% is male. That itself shows that it's an equality. നമസ്കാരം. ജനുവരി 28-ന് CISF ആരംഭിച്ച സൈക്ലത്തോൺ കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ്. ആ സൈക്ലിസ്റ്റുകളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈസ്റ്റേൺ സൈക്ലിസ്റ്റുകളും വെസ്റ്റേൺ സൈക്ലിസ്റ്റുകളുമായിരുന്നു ഉണ്ടായിരുന്നത്. തീരദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് വേണ്ട ബോധവൽക്കരണം നൽകുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഒരു ഉദ്ദേശം. അതായത് തീരദേശ സുരക്ഷയും ദേശീയ ഐക്യവും ശക്തമാക്കാനുള്ള പ്രചാരണവുമായിട്ടാണ് ഈ ഒരു സൈക്ലത്തോൺ സംഘടിപ്പിച്ചത്. ഗുജറാത്തിലെ കച്ച്, ബംഗാളിലെ ബക്കാലി എന്നിവിടങ്ങളിൽ നിന്നാണ് ഇത് ആരംഭിച്ചത്. അങ്ങനെയാണ് കൊച്ചിയിൽ സമാപിച്ചത്. 24 ദിവസവും 6553 കിലോമീറ്ററും സഞ്ചരിച്ചാണ് ഇവർ ഇവിടെ എത്തിയത്. സുരക്ഷിത തീരങ്ങൾ, സമൃദ്ധ ഇന്ത്യ എന്നതാണ് സന്ദേശം. കച്ചിൽ നിന്നും സൈക്ലത്തോൺ ആരംഭിച്ച് സൂറത്ത്, മുംബൈ, ഗോവ, മംഗലാപുരം വഴി കോഴിക്കോട് വഴി കൊച്ചിയിലെത്തി. ബക്കാലിയിൽ നിന്നുള്ള സൈക്ലത്തോൺ ഹാൽദിയ, കൊണാർക്ക്, പാരദീപ്, വിശാഖപട്ടണം, ചെന്നൈ, പുതുച്ചേരി, കന്യാകുമാരി, തിരുവനന്തപുരം, കൊല്ലം വഴിയാണ് കൊച്ചിയിൽ എത്തിയത്. വനിതകളുടെ ഒരു തുല്യ പ്രാധാന്യം കൂടി ഈ ഒരു സൈക്ലത്തോണിൽ ഉണ്ടായിരുന്നു. ഈസ്റ്റേൺ സൈക്ലിസ്റ്റിന്റെ കൂടെ ഉണ്ടായിരുന്ന മലയാളിയായ ആശ നമ്മളൊപ്പം ചേരുന്നുണ്ട്. തിരുവനന്തപുരം സ്വദേശിയാണ്. ഞങ്ങൾ വെസ്റ്റ് ബംഗാളിലുള്ള ബക്കാലി എന്നുള്ള ഡിസ്ട്രിക്റ്റിലാണ് തുടങ്ങിയത്. ഇപ്പോൾ തുടങ്ങിയിട്ട് ഞങ്ങൾ വെസ്റ്റ് ബംഗാൾ കവർ ചെയ്തിട്ട് എന്നിട്ട് അവിടെ നിന്ന് ഒഡീഷ പോയി, ഒഡീഷയിൽ നിന്ന് ആന്ധ്ര പോയി, എന്നിട്ട് തമിഴ്നാട് പോയി, ഇപ്പോൾ ഫൈനലി കേരള റീച്ച് ആയിട്ടുണ്ട്. എന്തൊക്കെ ചലഞ്ചുകളാണ് നേരിടേണ്ടി വന്നത് ഈ യാത്രയിൽ? ചാലഞ്ച് പറയാനാകാത്തോളം ഒത്തിരി ചാലഞ്ചസ് ആണ്. ആൻഡ് അൺഎക്സ്പെക്റ്റഡ്ലി ഞങ്ങൾ എല്ലാ ചാലഞ്ചും ഓവർ ക്രോസ് ചെയ്തു ഫൈനലി ഇവിടെ റീച്ച് ആയിട്ടുണ്ട്. എല്ലാം നല്ലതായിരുന്നു. മറക്കാൻ പറ്റാത്ത എന്ത് എക്സ്പീരിയൻസ് ആണ് ആ ഒരു ഈസ്റ്റേൺ മേഖലയിൽ കൂടി വന്നപ്പോൾ ഉണ്ടായത്? ഞങ്ങൾ നോർമലി മീഡിയയിൽ കാണുന്നതും കേൾക്കുന്നതും പ്രശ്നങ്ങളല്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി കിട്ടി. ഞങ്ങൾ ഓരോരോ സ്കൂൾസിൽ പോയായിരുന്നു, ഓരോരോ കോളേജിൽ പോയി, ഓരോരോ ചെറിയ ചെറിയ വില്ലേജസിൽ പോയി. അപ്പം മക്കളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഡയറക്റ്റായിട്ട് ഞങ്ങൾക്ക് എല്ലാം അറിയാൻ പറ്റി. അവരുടെ ട്രൂലി അവർക്ക് എന്താണ് പ്രശ്നമുള്ളത് അതൊക്കെ ഞങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അവരുടെ മനസ്സിലുള്ള പ്രശ്നങ്ങൾ നേരിട്ട് ഞങ്ങൾക്ക് അറിയാൻ പറ്റി. എന്തൊക്കെ പറഞ്ഞു കൊടുത്തു അവർക്ക്? ഞങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് ഫോഴ്സിനെ കുറിച്ച് ഒത്തിരി അറിയാൻ പറ്റുന്നില്ല. കൊച്ചു കൊച്ചു കുട്ടികൾക്ക് 18 വയസ്സ് കഴിഞ്ഞ എല്ലാ കുട്ടികളും ഫോഴ്സിന്, ഡിഫൻസിനൊക്കെ അപ്ലൈ ചെയ്യാം, ജോലിക്ക്. ഇതിൻ്റെ കുറിച്ച് അവയർനെസ് കൊടുത്തിട്ടുണ്ട്. ഒരു സ്കൂൾ കോളേജ് കുട്ടികൾക്കും ഞങ്ങളെ കൊണ്ട് പറ്റുന്നോളം ഒത്തിരി കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ഈ ഫോഴ്സിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ കോസ്റ്റൽ ഏരിയ സെക്യൂരിറ്റീസ് ഉണ്ടല്ലോ, അതിൻ്റെ അവയർനെസ് കുറിച്ച് ആർക്കും അറിയത്തില്ല, വലുതായിട്ട് ആർക്കും അറിയത്തില്ല. നമ്മൾ ചാനലിലും ടി വിയിലും കാണുന്നത് പോലെ ഒന്നുമല്ല. ഡയറക്റ്റ് പോയി പറയുന്നതും അതിൻ്റെ ഫീലിങ്സും അതിൻ്റെ ഇമ്പോർട്ടൻസും അവയർനെസ്സും എല്ലാം അവർക്ക് നന്നായിട്ട് മനസ്സിലാവും. ഞങ്ങൾ ഈ കോസ്റ്റൽ ഏരിയാസിൻ്റെ സെക്യൂരിറ്റീസ് അതായിരുന്നു ഞങ്ങളുടെ മെയിൻ മോട്ടോ. അതിനെപ്പറ്റി A to Z എല്ലാവർക്കും ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എത്ര മലയാളികളുണ്ടായിരുന്നു നിങ്ങളുടെ കൂടെ? ഞാനിപ്പോൾ ഈസ്റ്റ് കോസ്റ്റിൽ നിന്നാണ്. ഞങ്ങളുടെ വെസ്റ്റ് കോസ്റ്റിൽ 10 മലയാളീസ് ഉണ്ട്. ബിക്കോസ് ഓഫ് അവരാണ് മാക്സിമം കവർ ചെയ്യുന്നത്, കേരള മാക്സിമം കവർ ചെയ്യുന്നത്. ഞങ്ങളുടെ ഈസ്റ്റ് കോസ്റ്റിൽ ഞാൻ ഒരാളേ ഉള്ളൂ. എത്ര പെൺകുട്ടികളുണ്ടായിരുന്നു? എത്ര ലേഡീസ് ഓഫീസർമാരുണ്ടായിരുന്നു? യെസ്, ഇതൊരു നല്ല ചോദ്യമാണ്, മെയിൻ പോയിന്റ് ആണ്. ഇതിൽ ഞങ്ങൾ എത്ര ജെൻസ് ഉണ്ടോ, എത്ര മെൻ എംപ്ലോയീസ്, മെൻ വർക്കേഴ്സ് ഉണ്ടോ, ഈക്വാലിറ്റി 50% ലേഡീസ് ഉണ്ട് ഞങ്ങളുടെ ടീമിൽ. ടോട്ടൽ 100%-ൽ 50% ലേഡീസ് ആണ്. അഭിനന്ദനങ്ങൾ. തീർച്ചയായിട്ടും ഇവര് ഈസ്റ്റേൺ സൈക്ലിസ്റ്റുകളാണ്. ഇനി നമുക്ക് ഉള്ളത്
വെസ്റ്റ് കോസ്റ്റ് വഴിയിട്ട് യാത്ര ചെയ്ത ഓഫീസർമാരുണ്ട്. അവരുടെ വിശേഷങ്ങൾ കൂടി നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. 65 അങ്ങനെ 130 പേരാണ് ഇത്തരത്തിൽ ഈ ഒരു യാത്ര നടത്തിയത്. എന്തായാലും വെസ്റ്റേണിൽ നയന ബി പോൾ നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. എങ്ങനെയായിരുന്നു നിങ്ങൾ വെസ്റ്റേൺ കോസ്റ്റ് വഴിയിട്ടാണ് യാത്ര ചെയ്തത്? ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എക്സ്പീരിയൻസ് ചലഞ്ചിങ് ആയിരുന്നു. കാരണം വെതർ നോക്കേണ്ടി വന്നു. സ്ഥലം ഞങ്ങൾക്ക് ചലഞ്ചിങ് ആയിരുന്നു. പുതിയ സ്ഥലത്തിലായിരുന്നു. ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റീസിൻ്റെ അടുത്ത് പോയി അവരുടെ കൂടെ തന്നെ താമസിക്കണം എന്നുണ്ടായിരുന്നു. റൈഡിങ് ചെയ്യാനുള്ള സമയത്ത് ഞങ്ങൾക്ക് ബോയ്സിൻ്റെ കൂടെ റൈഡിങ് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് അവരുടെ പവറും സ്ട്രെങ്ത്തും ഞങ്ങൾക്ക് മാച്ച് ചെയ്യണമായിരുന്നു. ഞങ്ങൾ ടോട്ടൽ 65 സൈക്ലിസ്റ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് 33 were the boys and 32 were the girls, and we were in a groups, so we have to compete equally with them. So it was a very good and challenging that we accepted them. It was good. ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. ഭയങ്കര ചലഞ്ച് എന്ന് പറയാൻ പറ്റില്ല. കാരണം വി ആർ എ ഫോഴ്സ് മെമ്പേഴ്സ്. ഞങ്ങൾ എല്ലാവരും ട്രെയിനിങ് ചെയ്തിട്ടാണ് ഇവിടെ വന്നത്. പക്ഷേ ഞങ്ങൾ സ്വന്തമായിട്ട് ഇത് ചാലഞ്ചിങ് എടുത്തതാണ്. അതുകൊണ്ട് ഇറ്റ് വാസ് ഓക്കെ, നല്ലത്. ആളുകളുമായിട്ട് സംവദിച്ചപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി? ആളുകളുടെ കമ്മ്യൂണിറ്റീസ് ആയിട്ട് നമ്മൾ സംസാരിച്ചപ്പം അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് പറയാൻ പറ്റി. ഫിഷേഴ്സ്മെൻസ് കൂടുതലായിരുന്നു കോസ്റ്റൽ ഏരിയയിൽ. ആദ്യം ഞങ്ങൾ ഇറങ്ങിയത് ഗുജറാത്തിൽ നിന്നാണ്. അവിടെ എന്ന് പറയുന്നത് അവർക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായത് ഞങ്ങളത് മനസ്സിലാക്കി. അത് ഞങ്ങളുടെ സീനിയറിനോട് അത് സൂചിപ്പിച്ചിരുന്നു. പിന്നെ ഇത് ഇങ്ങോട്ട് താഴോട്ട് വന്നിരുന്നു. ഞങ്ങൾ താഴോട്ട് കോസ്റ്റൽ ഏരിയ കവർ ചെയ്തപ്പം അവരുടെ പ്രശ്നങ്ങൾ കുറച്ചായിട്ട് തീർന്നുകൊണ്ടിരുന്നു. നല്ലത് എക്സ്പീരിയൻസ് കേരളത്തിലായിരുന്നു. അവരോട് ചോദിക്കുമ്പം അവർ പറഞ്ഞത് ഞങ്ങൾക്ക് പ്രശ്നമില്ല, നാച്ചുറൽ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ വിൻഡിൻ്റെയും അതിൻ്റെയും പ്രശ്നം. ഞങ്ങളുടെ ഈ യാത്ര എന്ന് പറയുന്നത് അതിൻ്റെയും സഹായത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ യാത്ര തുടങ്ങിയത്. അപ്പോൾ അതിന് ഞങ്ങൾ സൊല്യൂഷൻ ഓൾറെഡി അവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ലഹരി മരുന്ന് ഉപയോഗത്തിന്റെ ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഞങ്ങൾ അവർക്ക് സൂചനകളെല്ലാം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ കോസ്റ്റൽ ഏരിയാസ് സേഫ് ആയിരിക്കണമെന്ന് ഞങ്ങൾക്ക് അവർക്ക് മെസ്സേജും കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ പിന്നെ ക്ലൈമറ്റും നാച്ചുറലായിട്ട് വരാനുള്ള പ്രശ്നങ്ങളും വന്നാലും ഞങ്ങൾക്ക് ലോക്കൽ പോലീസും അവിടുത്തെ ഉള്ള കോസ്റ്റൽ പോലീസും മുന്നോട്ട് അറിയിക്കണമെന്ന് ഞങ്ങൾ അവരെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു പരിപാടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈക്വാലിറ്റി ആയിരുന്നു അല്ലേ? ഈക്വാലിറ്റി ആണ് അത് നമ്മുടെ സൈക്ലിസ്റ്റ് ടോട്ടൽ നമ്പർ ഓഫ് സൈക്ലിസ്റ്റ് 50% is women and 50% is male. That itself shows that it's an equality, sir. Yes, sir. അങ്ങനെ ഒരു തുല്യത അത് എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഒരു ഈക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ CASFന് കഴിഞ്ഞു. 6553 കിലോമീറ്റർ പിന്നിട്ടാണ് ഈ രണ്ട് ടീമുകളും, വെസ്റ്റേൺ സൈക്ലിസ്റ്റുകളും ഈസ്റ്റേൺ സൈക്ലിസ്റ്റുകളും ഒടുവിൽ എറണാകുളം SH തേവര കോളേജ് ഗ്രൗണ്ടിലേക്ക് എത്തിയത്. എന്തായാലും വലിയൊരു വിജയമായിരുന്നു, വലിയൊരു ഒത്തൊരുമയായിരുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റി, അവർക്ക് ബോധവൽക്കരണം നടത്താൻ പറ്റി എന്നൊക്കെയാണ് അവർ വ്യക്തമാക്കിയത്. കൊച്ചിയിൽ നിന്നും ജസ്റ്റിൻ വർഗീസിനോടൊപ്പം ആർ പിയൂഷ്, മറുനാടൻ മലയാളി.